യൂത്ത് കോൺഗ്രസ് പൊട്ടിത്തെറിയിലേക്ക്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോരുമുറുകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച 1.5 മാസമായിട്ടും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായില്ല. അബിൻ വർക്കിയെ പ്രസിഡന്റാക്കിയില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് നീക്കം നടത്തുന്നതിനായി മണ്ഡലം ഭാരവാഹികളെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ്. KC വേണുഗോപാലിനെതിരെയും VD സതീഷിനെതിരെയും രൂക്ഷ വിമർശനം. PV കുട്ടൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കുട്ടൻ, ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഏകദേശം 1.5 മാസത്തിന് അടുത്തെത്തുമ്പോഴും പുതിയ പ്രസിഡന്റ് ആര് എന്നുള്ളതിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. യൂത്ത് കോൺഗ്രസിന് ഇതുവരെയായും കഴിഞ്ഞ 1.5 മാസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 1.5 മാസം തികയാൻ വേണ്ടി പോകുന്നു. ഇത്ര നാളായിട്ടും ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പ്രസിഡന്റായി കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ സജീവമായി ഉയർന്നു വന്ന ചർച്ചകൾ. വളരെ പ്രാമുഖ്യത്തോടുകൂടിയുള്ള ഒരു നിർദ്ദേശവും അബിൻ വർക്കിയുടെ പേര് തന്നെയായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാരനായ, രമേശ് ചെന്നിത്തലയുടെ അടുപ്പക്കാരനായ അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ VD സതീശന് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം അതിനെ വളരെ ശക്തമായി എതിർക്കുന്നൊരു നിലയെത്തി. ആ സമയത്താണ് വിവിധ പേരുകൾ, മറ്റ് 3-4 പേരുകൾ ഉയർന്നു വരുന്നത്. KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ, അതോടൊപ്പം തന്നെ ജനീഷ് എന്നിവർ, ഈ നേതാക്കളുടെ പേരുകൾ വിവിധ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. എന്നാൽ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് പ്രസിഡന്റിന്റെ നോമിനേഷൻ ഉണ്ടാകും, പ്രസിഡന്റ് ആരാകുമെന്ന തീരുമാനമൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. പക്ഷേ എത്രത്തോളം ആധികാരികമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നേരത്തെയും ദേശീയ വർക്കിംഗ് കമ്മിറ്റിയുള്ള ഘട്ടത്തിലൊക്കെ അവിടെ ആലോചന നടത്തിക്കൊണ്ട് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം എന്നൊക്കെയുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് അബിൻ വർക്കിക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുന്നതിന് വേണ്ടി ഐ ഗ്രൂപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ അബിൻ വർക്കിയെ ഒഴിവാക്കുന്നൊരു ഘട്ടം വന്നാൽ വളരെ കൃത്യമായ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ വളരെ ശക്തമായ പ്രതികരണങ്ങൾ, പരസ്യ പ്രതികരണങ്ങൾ നടത്താനാണ് ഐ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മണ്ഡലം ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഐ ഗ്രൂപ്പിൻ്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അബിൻ വർക്കിയുടെ അബിൻ വർക്കിയുടെ ഫോട്ടോയാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ DP ആയി വെച്ചിരിക്കുന്നത്. അതിനകത്ത് രൂക്ഷമായ വിമർശനങ്ങളാണ് VD സതീശൻ, അതോടൊപ്പം തന്നെ KC വേണുഗോപാലൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അഭിജിത്ത്, ബിനു, ജനീഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും കോൺഗ്രസ് നേതാക്കളുടെ പെട്ടിപിടുത്തക്കാരെന്ന തരത്തിലുള്ള പരിഹാസം ഉയർത്തുന്ന രീതിയിലുള്ള പോസ്റ്ററുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പോസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സ്ക്രീൻഷോട്ടുകൾ കൈരളി ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബിൻ വർക്കിയുടെ നാടായ പിറവത്തും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകൾ ആരംഭിച്ചുകൊണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ ആരംഭിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ഇടങ്ങളിലെ ഇടപെടലുകളാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് ആലോചിച്ചിരിക്കുന്നത്. അബിൻ വർക്കി അല്ലാതെ മറ്റു ഏതൊരു നേതാവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാലും സൈബർ ആക്രമണം രൂക്ഷമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ.